ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ പുനർപരിശോധന ഹർജികളിന്മേലുള്ള വിധി പറയുന്നത് സുപ്രീം കോടതി മാറ്റിവെച്ചതിനാൽ കുംഭമാസ പൂജയ്ക്ക് നട തുറക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. കാരണം വിധിക്ക് സ്റ്റേ ഇല്ലാത്തതിനാൽ യുവതികൾ ദർശനത്തിനെത്തുമെന്ന ഉറപ്പാണ്. കുംഭമാസത്തിൽ ദർശനത്തിന് പോകാൻ സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് മുമ്പ് ദർശനം നടത്തിയ കനകദുർഗയും ബിന്ദുവും ഹർജി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ദർശനത്തിന് സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് രേഷ്മ നിശാന്തും ഷാനിലയും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഇവരെല്ലാം മല കയറാനെത്തും. എന്നാൽ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ BJPയും കോൺഗ്രസും സർക്കാരിനെതിരെ അടിക്കാൻ യുവതീ പ്രവേശനം ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. യുവതികൾ ദർശനത്തിനെത്തിയാൽ പോലീസ് സംരക്ഷണം നൽകണമെന്ന് സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ ഇനി ദർശനത്തിനെത്തുന്ന യുവതികൾക്ക് സർക്കാർ സംരക്ഷണം നൽകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്നാൽ യുവതീ പ്രവേശനത്തെ ദേവസ്വം ബോർഡും ഇന്ന് സുപ്രീം കോടതിയിൽ അനുകൂലിച്ചതിനാൽ കാര്യങ്ങൾ മാറിമറിയുമെന്നാണ് അറിയുന്നത്. ദേവസ്വം ബോർഡിന്റെ മലക്കം മറിച്ചിലിനെതിരെ സംഘപരിവാർ BJP പ്രവർത്തകരും നേതാക്കളും പ്രതിഷേധവുമായി എത്തുമെന്ന് ഉറപ്പാണ്. ഇതെല്ലാം ശബരിമലയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്. കുംഭമാസ പൂജയ്ക്കായി 5 ദിവസം നട തുറക്കുമ്പോൾ മണ്ഡലകാലത്ത് ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ വീണ്ടും നടപ്പാക്കേണ്ടി വരും. മകരവിളക്കിന് ശേഷമാണ് നിരോധനാജ്ഞ എടുത്ത് കളഞ്ഞിരുന്നത്. ശരണം വിളിക്കുന്നതിനടക്കം കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയേക്കാം. വലിയ നടപ്പന്തലിൽ ഭക്തരെ തങ്ങാൻ അനുവദിക്കാതിരിക്കുക, വാവരിസ്വാമിയുടെ നടയ്ക്ക് മുന്നിൽ ബാരിക്കേഡ് വെക്കുക തുടങ്ങിയ നിയന്ത്രണങ്ങളും കൊണ്ടുവരും. അതിനെല്ലാമെതിരെ ശബരിമല കർമ്മസമിതിയും BJPയും അടക്കം രംഗത്തെത്തും. അങ്ങനെ ശബരിമല വീണ്ടും കലുഷിതമാകും. നിലയ്ക്കലിലും പമ്പയിലും അടക്കം സംഘർഷങ്ങൾ ഉണ്ടായേക്കാവുന്ന സാഹചര്യം സംജാതമാകും. തിരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുന്നതിനാൽ സർക്കാരിനും CPMനും ഇതൊക്കെ വലിയ തിരിച്ചടിയാകുമെന്നുറപ്പാണ്. തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവതികൾ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനം നടത്തിയെന്ന് സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ അറിയിച്ചതിനാൽ അവിടങ്ങളിൽ നിന്നും യുവതികൾ എത്തിയേക്കാം. യുവതീ പ്രവേശനത്തിന് അനുകൂല നിലപാടെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രമുഖരടക്കം പരസ്യ പിന്തുണ നൽകി. അവസാനമായി തമിഴ് സൂപ്പർ താരം വിജയ് സേതുപതിയും രംഗത്തെത്തി. അതിനാൽ അവിടെ നിന്ന് യുവതികളും മനിതി സംഘത്തിലെ സ്ത്രീകളും വീണ്ടും മല കയറാൻ എത്തിയേക്കാം. അതും സംഘർഷത്തിന് വഴിവെക്കും. കഴിഞ്ഞ തവണ മനിതി സംഘം മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയപ്പോൾ അവർ മടങ്ങിയ ട്രെയിനിന് നേരെ ചീമുട്ട എറിഞ്ഞ പ്രതിഷേധം നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.